ടൈമിംഗ് ചെയിൻ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് 3 ഗോൾഡൻ കളർ കണ്ണി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കണ്ണിയിൽ ഗോൾഡൻ കളറും വലുതായിട്ട് കാണാൻ പറ്റും നമുക്ക്. ഇതാണ് നമ്മൾ ടൈമിംഗ് ചെയിനിൽ മെയിനായിട്ട് നോക്കുന്ന മാർക്ക്. നമ്മൾ നേരത്തെ തന്നെ 3 ഗോൾഡൻ കളർ മാർക്ക് ഉണ്ടാവും ആ കണ്ണിൽ. ആ 3 മാർക്കാണ് ക്യാമിൻ്റെ പുള്ളിയിൽ വരേണ്ടത്. ക്യാമിൻ്റെ ഉള്ളിൽ 2 വെട്ടുണ്ടാവും, 1, 2. നേരത്തെ തന്നെ 3 ഗോൾഡൻ മാർക്ക് കണ്ണിയിൽ നടുക്കുള്ള കണ്ണിയാണ് ആ 2 വെട്ടിൻ്റെ ഇടയിൽ വരേണ്ടത്. അതുപോലെ തന്നെ നോക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മുടെ ക്യാമിൻ്റെ പുള്ളിയിൽ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നേരെ പൊക്കത്തോട്ട് ഇരിക്കണം. ഈ വീഡിയോ കാണുന്ന പോലെ നേരെ അപ്പം എന്നുള്ള വശം നേരെ പൊക്കത്തോട്ട് ഇരിക്കണം ആ പുള്ളി. അടുത്തായിട്ട് നമുക്ക് ക്രാങ്കിൻ്റെ മാർക്ക് നോക്കാം, ടൈമിംഗ് നോക്കണം. ക്രാങ്കിൻ്റെ വീലിൻ്റെ ടീത്തിൽ ഒരു ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിന് നേരെ നമ്മൾ നേരത്തെ ആ ചെയിനിൽ തന്നെ ഗോൾഡൻ മാർക്ക് കണ്ണി നേരെ അതിലോട്ട് കയറണം. ഇതിനകത്ത് ഇപ്പോൾ കാണിക്കണമല്ലേ, ഞാൻ ചെയിൻ ഇട്ടുള്ള, പക്ഷേ ചെയിൻ ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഡോട്ട് മാർക്ക് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് കാണണമില്ല. അതാണ് ഞാൻ ചെയിൻ ഇടാണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ആ ഗോൾഡൻ കളർ മാർക്ക് നേരെ ആ ഡോട്ടിൻ്റെ ടീത്തിലോട്ട് കയറണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നോക്കണം, നമ്മുടെ ക്രാങ്കിൻ്റെ പുള്ളിയിൽ ഡോട്ട് ഉണ്ടല്ലോ, ആ ടൈമിംഗ് മാർക്ക്, അത് നേരെ അടിയിലൊരു സമ്പിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ഇതുപോലെ കറക്റ്റ് ഏകദേശം ആ സെൻറ്ററായിട്ട് തന്നെ ആരോ മാർക്കിൻ്റെ നേരെ ആ ചെയിൻ ക്യാമിൻ്റെ പുള്ളിയിലും ഈ ക്രാങ്കിൻ്റെ പുള്ളിയിലും ആ ടൈമിംഗ് ചെയിൻ്റെ മാർക്ക് കറക്റ്റാക്കുമ്പോൾ ഓൾറെഡി അത് കറക്റ്റായിട്ട് കറങ്ങി വരും. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അത് കറക്റ്റെല്ലാം ഒന്ന് ഉറപ്പ് വരുത്തേക്കും. പിന്നെ ടൈമിംഗ് ചെയിൻ ടെൻഷണൽ സ്പ്രിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതൊരു ചെറിയ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഹോൾ ഇട്ടിട്ട് ടെൻഷൻ ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്ക് ആ 2 10ൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ. ഒറ്റൊരു ടെൻഷനിങ്ങേ ഉള്ളൂ ഇതിന്. അതുപോലെ ഇതിൻ്റെ ബ്ലേഡ്, അതായത് റെയിൽ ചെയിൻ പറഞ്ഞ റെയിൽ ഭയങ്കര ഫ്ലെക്സിബിളാണ്. അടിച്ചോടാ.